അല്ല, കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം. അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ചു. അത് പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ്. 263 ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട്. ഞങ്ങൾ 8000-ലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും, ആയിരക്കണക്കിന് പ്രവർത്തകർ ആ നിയോജകമണ്ഡലത്തിൽ തന്നെ സജ്ജരാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും. അത് ഞായറാഴ്ചയായിരുന്നില്ല. ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഞായറാഴ്ചയാണല്ലോ, സൺഡേ ആണ്. ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എത്തിയതാണ് ഉച്ചയായപ്പോഴേക്കും. ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു. നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് ഇതെന്തൊരു ചോദ്യമാണിത്? ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം? അല്ലല്ലേ, അത് ഞങ്ങൾ പറഞ്ഞു അത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. 2-3 മണിക്കൂർ വൈകിയാണ്. സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. സൺഡേ. ഇന്നലെ ACC ഇല്ല. വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ വേറെ വല്ല ചോദിക്കുക നിങ്ങൾ. അത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം UDF-ന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും ആ UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ. അതൊക്കെ നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയണത്? നിങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാവരും മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചോദ്യമാണ്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തേണ്ട അദ്ദേഹം ഒപ്പിടേണ്ടതിന്. അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് റിലീസാണ്. റിലീസ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാകുന്നത്. ഇങ്ങനത്തെ എന്ത് ചോദ്യമാണ്? ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം UDF-ന്റെ ആക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം UDF-ന്റെ ഭാഗമാവും. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അത് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിച്ചു കോൺഗ്രസിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി വാർത്ത ഉണ്ടാവും എന്ന് വിചാരിച്ചു. അത് നടന്നില്ല. അന്നാ പിന്നെ അൻവർ വെച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി. ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പാലക്കാട് ആദ്യത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ്. ഞാൻ പറയും, നിങ്ങൾ ഈ ചോദ്യം ഇപ്പൊ നിങ്ങൾ അൻവർ വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യത്തെ ആഴ്ച കുറെ പേര്, എല്ലാവരും അല്ല, കുറച്ചു പേര് എന്തൊക്കെയാണ് ചെയ്തത്? വല്ല സംഭവിച്ച? ഇത് അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. ഇത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, പാർട്ടി തീരുമാനമാണ്. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്. അത്രയേ ഉള്ളൂ.